ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഓരോ മരമെങ്കിലും വെച്ച് പിടിപ്പിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത് യാദൃശ്ചികം മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു സേവനവാരമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു മരം വെച്ച് പിടിപ്പിക്കേണ്ട എല്ലാം വെട്ടി നശിപ്പിക്കണമെന്ന് വിചാരിക്കരുത്. ഇത് മഴയ്ക്ക് മുമ്പുള്ള ഞങ്ങളുടെ ഒരു പ്രൂണിങ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കിണറിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു കുറ്റി മുരിങ്ങയാണ്. ഇതിൻ്റെ മുകളിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷെ അത്ര തന്നെ മുരിങ്ങയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങൾക്ക് ആവശ്യമായ മുരിങ്ങകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്. ഇത് മറ്റ് മുരിങ്ങയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു മുരിങ്ങ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കിണറ്റിലേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന കാരണം നമ്മളതൊന്ന് വെട്ടി ഒന്ന് ചെറുതാക്കുകയാണ്. അപ്പോൾ ഇനി നല്ലപോലെ തിക്കായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് വെട്ടി ഒതുക്കുകയാണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു തെച്ചി, ഇത് നമുക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് പ്രോൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ നമുക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതൊക്കെ വെട്ടണത്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ മുകളിൽ വെട്ടുന്ന സമയത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വെട്ടിയാലല്ല ഇനിയും ഒരുപാട് പൂക്കൾ നമുക്ക് തരുമല്ലോ. നമുക്ക് ഭഗവാന് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ചെമ്പരത്തിയും തെച്ചിയും മന്ദാരമൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മഞ്ഞ പൂവാണേ. ഇതിൻ്റെ മുകളിൽ നിറയെ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പൂക്കളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഒരുപാട് കൊമ്പും ചില്ലിയൊക്കെ ആയിട്ട് ഞാന്നിട്ടൊക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് റോട്ടിലേക്കുള്ള ആ ഒരു വ്യൂ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടനും ഉണ്ട് കേട്ടോ നമുക്ക് ഹെൽപ്പായിട്ട് അത് കൊമ്പും ചില്ലൊക്കെ ഒന്ന് വെട്ടിക്കൊണ്ട് കളയാനായിട്ട്. അപ്പോൾ ഇവിടെ നിറച്ചും നമ്മുടെ തേക്കും അശോകമരമൊക്കെ നിൽക്കണ കാരണം നമ്മുടെ ആകെയുള്ള കുറച്ച് ചെടികളുടെ അവിടേക്കൊന്നും വെളിച്ചമൊന്നും എത്താറില്ല. ഇപ്പോൾ ഒന്ന് വെട്ടി ഒതുക്കിയപ്പോൾ അത്യാവശ്യം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലച്ചോടി നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ 2 ദിവസം മുൻപ് പോയിട്ട് അരിവാളമൊക്കെ മൂർച്ച കൂട്ടി വന്നതുകൊണ്ട് തന്നെ പുല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മുല്ലൊക്കെ വെട്ടി ഒതുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ നിറയെ മുട്ടുകളൊക്കെ ഇട്ട സമയമായതുകൊണ്ട് തന്നെ അത് വെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു തെച്ചിയും കൂടി ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു തമ്പുനയിലിന് ഒരു അടിപൊളി പോസ് തരൂ ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ചേട്ടൻ ഈ ഒരു പോസിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെട്ടി ഒതുക്കി എന്നുള്ള തമ്പുനയിലും ക്യാപ്ഷനൊക്കെ ഇടാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ ആളങ്ങനെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് അടിച്ചു വരാനായിട്ട് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ നമ്മുടെ മുറ്റം. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായ ഇലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.